മാക്കുലർ എഡിമ സ്വഭാവം നമുക്കറിയാൻ പറ്റും. അതൊരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ അല്ലെങ്കിൽ ഞരമ്പിലുണ്ടാകുന്ന നീർക്കെട്ടാണെന്ന്. പക്ഷേ ഏത് രോഗത്തെ പറ്റി പറയുമ്പോഴും അതിന് അതിൻ്റേതായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. എല്ലാ രോഗങ്ങളും മനുഷ്യരിലെ ഒരേ സ്വഭാവത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരേ രീതിയിലൊന്നും അല്ല സംഭവിക്കുന്നത്. ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ചില രോഗങ്ങൾ ചികിത്സിച്ച് പൂർണ്ണമായിട്ട് മാറ്റാം. ചില രോഗങ്ങൾ ശസ്ത്രക്രിയ കൊണ്ട് ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ മാറ്റാൻ പറ്റൂ. ചില രോഗങ്ങൾ വിത്ത് മെഡിസിൻ അല്ലെങ്കിൽ ചികിത്സ തുടർന്നുകൊണ്ടേയിരിക്കുന്ന രോഗങ്ങളുണ്ട്. ചിലത് ചികിത്സിച്ച ഗുണം കിട്ടില്ലാത്തതുണ്ട്. ഇങ്ങനെ പല കാറ്റഗറിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എല്ലാ കാറ്റഗറിയിലും പെടാത്ത ചില രോഗമാണ് ഇപ്പോൾ ഇത് മാക്കുലർ എഡിമ. നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ വീണ്ടും വരുന്നു. റിക്കറൻസ് ഈസ് ദി മെയിൻ പ്രോബ്ലം. അത് വീണ്ടും വരുന്നു എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ രോഗം ഉണ്ടാകാനുള്ള കാരണം ആ രോഗിയിൽ നിലനിൽക്കുകയാണ്. അതായത് ചില കാരണങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റാം. ചില സീസണിൽ അല്ലെങ്കിൽ ചില കാലഘട്ടത്തിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത്തരം ചില കാര്യങ്ങൾ മാക്കുലർ എഡിമയുടെ ഉത്ഭവത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് പിന്നിലുണ്ട്. അതായത് സ്ട്രെസ് ലെവൽ, മെൻ്റൽ സ്ട്രെസ്സ്, അതുപോലെ ഐ സ്ട്രെയിൻ വർക്ക്, പിന്നെ രാത്രി ഉറക്കമൊഴിക്കുക എന്നുള്ളത്, അതുപോലെ ഭക്ഷണത്തിൽ കൃത്യസമയത്തുള്ള രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ സമയം കമ്പ്യൂട്ടറിലോ ഇതിലൊന്നും നോക്കുന്നതാണെന്നുള്ള കാര്യങ്ങൾ. ഇതൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് ചികിത്സയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അവർ മരുന്ന്, ഇപ്പോൾ ഡയബറ്റീസ് ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതൊന്നും കാണപ്പെടുന്നില്ലേ. ഇപ്പോൾ എത്ര വലിയ ഡയബറ്റോളജിസ്റ്റ് ആയാലും കുറേ റെസ്ട്രിക്ഷൻസും കുറേ മെഡിസിനും കൊണ്ട് തന്നെ മാനേജ് ചെയ്ത് പോകുക. അതുപോലെ ചില രോഗങ്ങൾ നമുക്ക് മരുന്നുകൊണ്ട് മാനേജ് ചെയ്ത് പോകേണ്ടി വരും. ചില രോഗങ്ങൾ നമുക്ക് റിക്കറൻ്റായിട്ട് നമുക്ക് ചികിത്സ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഈ ട്രിഗർ ഫാക്ടേഴ്സ് തുടരുകയാണെങ്കിൽ മാക്കുലർ എഡിമയുടെ ചികിത്സ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതല്ല ഒരിക്കൽ ചികിത്സ ചെയ്തു നമുക്ക് മാറി എങ്കിൽ വീണ്ടും ആ കാരണത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ചികിത്സ ആവശ്യം വരില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അതായത് ഇപ്പോൾ ഒരു രോഗിക്ക് ഐസ്ക്രീം കഴിക്കും വേണം, തൊണ്ടവേദന മാറും വേണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുപോലെയാണ് ഈ മാക്കുലർ എഡിമയുടെ ഒരു ചികിത്സയും അതുപോലെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അതിൻ്റെ റിക്കറൻസ് ഉണ്ടാകുക എന്നുള്ള രോഗത്തിൻ്റെ സ്വഭാവമാണ് കാരണം. അതിൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ കാരണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഇടയ്ക്ക് കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ മറ്റ് ഡാമേജ് വീണ്ടും വരാത്ത രീതിയിൽ ബൂസ്റ്റപ്പ് ലെവൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വിഷൻ നിലനിർത്തി മറ്റ് യാതൊരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് സമയം ചെലവഴിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള സൊല്യൂഷൻ.